തലേ ദിവസം പിറ്റേന്ന് ക്രാഫ്റ്റ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് വെക്കൽ പതിവാട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഗാലറിയിൽ ഈ ഒരു പിക്ചർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ ഇതുപോലെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഗ്ലൂ ഒന്ന് മെൽറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് ക്ലേയും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ മഞ്ഞ പെയിന്റ് അടിച്ചൊന്ന് കുട്ടപ്പനാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ബ്രൗണും യെല്ലോയും കൂടി മിക്സ് ആക്കിയാണ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത്തെ കോട്ട അടിച്ചപ്പോൾ ഞാൻ യെല്ലോ മാത്രം അടിച്ചു കൊടുത്തു. പിന്നെ പിക്ചറിൽ കാണുന്ന പോലെ ഹണി എന്നുള്ള ആ ലേബലൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലേ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ ഫൈനൽ റിസൾട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതാ പിസ്താഷ്യലിൽ വെച്ച് ഹണി ബിയെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതാ ഇതിന്റെ ചിറകിന് വേണ്ടിയിട്ട് ഇത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഈ ഒരു ഹണി ബിയെ ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കാത്തത്. അപ്പൊ ഈ ഒരു പിസ്താഷ്യൽ ഇതിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ചിറകും കൂടി ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ട് കുഞ്ഞു കണ്ണൂടെ സെറ്റ് ചെയ്ത് കൊടുത്ത നമ്മുടെ ഹണി ബിയുടെ പരിപാടി ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മുടെ കള്ള തേനീച്ചയും ഹണി ജാറും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞ പിക്ചറിൽ കാണുന്ന പോലെ ഒന്നും ആയിട്ടില്ലെങ്കിലും ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് ആശിച്ച് മോഹിച്ച് ചെയ്ത സംഭവമാണല്ലോ. എന്തായാലും എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. ഈ ഒരു വർക്കിന് ഒട്ടും ക്ലേ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ക്ലേ കയ്യിലില്ലാത്തവർക്കും ചെയ്തു വെക്കാവുന്ന ഒരു വർക്കാണ് കേട്ടോ. ഈ ഒരു വർക്ക് സിമ്പിൾ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും ചെയ്ത് കഴിഞ്ഞത് ഇങ്ങനെ കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഇത്രയുള്ള ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.